യേശുവേ സ്തോത്രം 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 ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം സ്തോത്രം ഹാലേലൂയ രാജാതിരാജവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു ഹാലേലൂയ മഹത്വങ്ങളെ വസിക്കുന്ന ദൈവമേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു സ്തോത്രം നന്ദി പറയുന്നു കർത്താവേ ഹാലേലൂയ ദൈവത്തിന് മഹത്വം സ്തോത്രം 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 പ്രൈസ്തലോ ദൈവത്തിൻ്റെ പരിശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവായി ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരാമരുന്ന ആപത്ത്, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെയും കർത്താവ് നമ്മെ വിടുവിച്ചു, തൻ്റെ ഉള്ളം കരത്ത് നമ്മെ വഹിച്ചു, നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ എല്ലാ പരിപാലനത്തിനെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മെ ശൈത്യനാക്കുന്ന ദൈവം ഹല്ലേലൂയ നമ്മെ ഈ പൽക്കാലം നമ്മെ ശക്തിയോടെ നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം, നിസ്സങ്കടപ്പെട്ട് കരയുന്ന വിഷയത്തെ അറിയുന്ന സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത് നമ്മെ ജയത്തോടെ നടത്തുവാൻ നമ്മുടെ കൂടെയുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. അതേ സ്തോത്രം. അതേരിപ്പെട്ടു പോകേണ്ട ബലത്തോടും ധൈര്യത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. അത് ഈ പൽക്കാലത്തെ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. ദൈവപ്രവൃത്തി വെളിപ്പെടും. നമുക്കറിയാം സ്തോത്രം, പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അതേ സ്തോത്രം, നാം നിശ്ചയിക്കുന്ന ഒരു തീരുമാനിച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതൽ നടക്കാതിരിക്കുമ്പോൾ, അതേ സ്തോത്രം, സാധ്യതകളൊക്കെ മങ്ങിത്തുടങ്ങുമ്പോൾ, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി തീരുമ്പോൾ, നാം പോലും അറിയാതെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ, നാം വച്ചിരിക്കുന്ന പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ കൂടെ ഇരിക്കുന്നത്, നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ പറയും, ആ വിഷയത്തിനകത്ത് ഇനി വലിയ പ്രതീക്ഷയെന്ന് വെക്കേണ്ട, അതിനു വേണ്ടി നീ ഇനി കാത്തിരിക്കേണ്ട എന്ന് പറയും. പക്ഷെ നീ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവസന്നിധി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. നീ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിഷയത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കർത്താവ് തരുവാനായിട്ട് ഇടയത്തിരും. ഒരു കൃഷിക്കാരൻ സ്തോത്രം ഒരു വിത്ത് ഇട്ടതിന് ശേഷം പ്രതീക്ഷയോട് ഓരോ ദിവസവും അതിൻ്റെ മുള പൊട്ടി വരുന്നത് കാണുവാൻ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. പല ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ബാക്കിയുള്ളവരാരും അതിന് മുളച്ചു വരികയല്ല, അത് ഇല്ലാതായി പോയി കാണുമെന്ന് പറയുമ്പോഴും നട്ട കൃഷിക്കാരൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഇല്ല, അതിനകത്തുനിന്ന് ഒരു ഇല കാണാനുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ഒരു ദിവസം നമുക്കറിയാം ആ കൃഷിക്കാരൻ അവിടെ ചെല്ലുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ആ നാമ്പ് പൊട്ടി പുറത്തു വരുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയെത്തിരും. അതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലിനോട് ഞാൻ പറയട്ടെ, സ്തോത്രം, ആരൊക്കെ പ്രതീക്ഷകൾ കൈവിട്ടാലും നിന്റെ പ്രതീക്ഷ കൈവിടരുത്. സ്തോത്രം. അതേ ഹല്ലേലൂയ. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന, നാളുകളായി നീ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ ഒരു മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ, അതേ സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്ത് ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം വെളിപ്പെടുത്തി തന്ന് മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രഭാതത്തെ പ്രതീക്ഷ കൈവിടാതെ ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകേല. പ്രതീക്ഷയോടുകൂടി ദൈവസന്നിധി കാത്തിരിക്കുന്ന ദൈവ പൈതലെ, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേ, നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, പ്രതീക്ഷയോടുകൂടി കർത്താവിൻ്റെ അടുക്കൽ പലരും കടന്നു വരുവാനായിട്ട് ഇടയത്തീർന്നു. അവരെ ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്ര. അവരെ തല താഴ്ത്തുവാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ
ഈ പ്രഭാതത്തിൽ സ്തോത്രം നിന്റെ തല താഴ്ത്തുവാൻ ദൈവം അനുവദിക്കില്ല. നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. ദൈവസ്ഥനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ കരത്തിൽ തന്ന് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ അതേ ഈ വിഷയത്തിനു വേണ്ടി കാത്തിരുന്നു കൊള്ളട്ടെ, എന്ത് സംഭവിക്കുന്നു എന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ സ്തോത്രം നിന്നെ തല ഉയർത്തി നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. പ്രിയ ദൈവത്തിലെ സ്തോത്രം. പ്രതീക്ഷയോട് നീ കാത്തിരിക്ക. നീ ഒരു നാളും സങ്കടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ലജ്ജിപ്പിക്കുകയല്ല. സ്തോത്രം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അത് ഈ ലോകത്തിലെ പ്രതീക്ഷകളൊക്കെയും കൈവിട്ടു പോയ സാഹചര്യത്തിൽ പ്രതീക്ഷയോട് കൂടി കർത്താവിന്റെ അടുക്കൽ വന്ന രണ്ടുപേരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതേ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ യായിറോസ് എന്ന പള്ളിപ്രമാണിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കുഞ്ഞുമകൾ ആ അധ്യസ്ഥന നിലയിലായിരിക്കുന്നു, പക്ഷെ നീ വന്ന് കൈവച്ച് അവളെ തൊട്ട് കഴിഞ്ഞാൽ അവള് രക്ഷപ്പെട്ട് ജീവിക്കും. ഈ ലോകപരമായ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ലോകപരമായ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇടത്ത് അതേ കർത്താവിന്റെ അടുക്കൽ കടന്നു വരുവാൻ ഹല്ലേലൂയ തന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ വിഷയത്തെ ഇറക്കി വച്ച് കഴിഞ്ഞാൽ അതെ ഈ വിഷയത്തിന് മറുപടി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടെ കർത്താവിന്റെ അടുക്കിലേക്ക് ആ യായിറോസ് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ആ മനുഷ്യൻ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. അതേ തകർന്നു പോകുന്ന വാക്കുകൾ ആ ഭവനത്തിനകത്തുനിന്ന് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ കർത്താവ് വാക്ക് കാര്യമാക്കിയില്ല എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രതീക്ഷയോടെ ദൈവസനെ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ ദൈവസനെ വിഷയങ്ങളെ സമർപ്പിച്ചിട്ട് ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്നോട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പ്രതീക്ഷയ്ക്ക് നീ പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോ അതേ സ്തോത്രം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാനായിട്ട് ദൈവം അനുവദിക്കില്ല. മാനുഷികമായ പ്രതീക്ഷകൾ ചിലപ്പോ ലോകപരമായ പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോയെന്നിരിക്കാം, പക്ഷേ ദൈവത്തിങ്കലുള്ള പ്രതീക്ഷ നീ കൈവിടരുത്. സ്തോത്ര അതിനെ മുറുകെ പിടിക്കുവാനായിട്ട് ഇടയായി തീർണം. അതിലെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, 12 സംവത്സരമായിട്ട് പ്രതീക്ഷയോട് കൂടി അവൾ ഓരോ ഡോക്ടർമാരെ അടുക്കലേക്ക് പോയി കാണുമായിരിക്കാം. അതവിടെ കാണുന്ന ഏറിയ ഡോക്ടർമാരെ അടുക്കലേക്ക് വൈദ്യന്മാരാലും ഏറിയ ഒന്ന് ചെലവഴിച്ചു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അനേക ഇടത്ത് അവൾ പ്രതീക്ഷയോട് കൂടി ഈ ഡോക്ടറെ അടുത്ത് പോയാ അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വിടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി 12 സംവത്സരമായിട്ട് അവൾ ഇങ്ങനെ ഉഴന്ന് നടക്കിയ. പക്ഷേ അവൾക്ക് എന്ത് ചെയ്യുന്നു, ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവിലൊരു പ്രതീക്ഷ. എന്താണ്? യേശു കർത്താവിന്റെ വസ്ത്രത്തിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓ ജീസസ് ഹല്ലേലൂയ, അതേ മാനുഷികമായ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നിടത്ത് അതേ നിന്റെ ബുദ്ധികൾക്കപ്പുറമായി അതേ സ്തോത്രം നിന്റെ എക്സ്പീരിയൻസുകൾക്കൊക്കെയും സ്തോത്രം പ്രതീക്ഷകൾക്ക് സ്തോത്രം നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ദൈവത്തിലൊന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വനിലേക്ക് നിന്റെ വിഷയത്തെ ഇട്ടുകൊടുക്കാമോ? ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ ഇതൊരു പ്രതീക്ഷയോട് കൂടി ഹല്ലേലൂയ മുമ്പിലുള്ള യാതൊരു സാഹചര്യങ്ങളെ നോക്കാതെ അവൾ യേശുവിന്റെ അടുക്കൽ വന്ന വസ്ത്രത്തിൽ ഒന്ന് തൊടുവാനായിട്ട് ഇടയെത്തുന്നു. അവളെ ലജ്ജിപ്പിക്കാത്ത ദൈവം ഹല്ലേലൂയ ആ 12 സംവത്സരമായിട്ട് അതേ സ്തോത്ര അവൾക്ക് ലഭിക്കാത്തതായ ഒരു വിടുതൽ സ്തോത്ര അവളെ അതുവരെ ബാധിച്ചു കൊണ്ടിരുന്ന രോഗശക്തികളിൽ നിന്ന് എന്റെ കർത്താവളെ വിടുവിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പ്രിയതേ മക്കളെ സ്തോത്രം, ഈ ലോകത്തിലുള്ള പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോയെന്നിരിക്കാം സ്തോത്രം, പക്ഷെ നിന്റെ കർത്താവിങ്കിലേക്കുള്ള പ്രതീക്ഷ കൈവിട്ടു പോകരുത്. ഹല്ലേലൂയ, നീ ഉറപ്പോടെ ആയിരിക്കണം സ്തോത്രം, ബലത്തോടെ ധൈര്യത്തോടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീർണം സ്തോത്രം. യഹോവയ്ക്കായി കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. യഹോവയുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നത് നല്ലതെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തന് ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. പ്രിയ ദൈവ പൈതലേ, ഈ പൽക്കാലം അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സന്നിധി പ്രതീക്ഷയോടെ നമുക്കായിരിക്കാമോ? ഹല്ലേലൂയ. അതേ സ്തോത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയങ്ങൾ കാണുമായിരിക്കാം സ്തോത്രം, പക്ഷെ കർത്താവിന്റെ സന്നിധി പ്രതീക്ഷയോട് നീ കാത്തിരിക്കേ സ്തോത്ര, മറുപടി വരും നിശ്ചയം. ഹല്ലേലൂയ. എത്ര തന്നെ വൈകി എന്ന് പറഞ്ഞാലും അതേ നിന്നോടുള്ള ദൈവിക വാഗ്ദത്തത്തിന്റെ മറുപടികൾ അതേ സ്തോത്ര പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. യോഹന്നാന്റെ സുവിശേഷത്തിൽ
കുളക്കരയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 5-ാമത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കുളക്കരയിലെ ഒരു രോഗസൗഖ്യം. ഹല്ലേലൂയ. 1-2 വർഷം കൊണ്ടല്ല ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത്. 38 വർഷമായിട്ട് ആ മനുഷ്യൻ അവിടെ എന്ത് ചെയ്യുന്നു? കുളക്കരയിൽ കിടക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇതേ സ്തോത്രം. എന്താ മനുഷ്യന് പ്രതീക്ഷിക്കാനായിട്ടുള്ളത്? ഒന്നുമില്ല. 1-2 വർഷമല്ല, നമുക്കറിയാലോ. അതേ സ്തോത്രം. ചില നാളുകൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇതിനകത്തുനിന്ന് എനിക്കൊരു വിടുതൽ കിട്ടും. പക്ഷെ അത് കാണാതിരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ 1-2 വർഷമായിട്ടല്ല, 38 വർഷമായിട്ട് ഒരു പ്രതീക്ഷ കൈവിടാതെ വേണം, പ്രത്യാശ കൈവിടാതെ വേണം ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കുളം കലക്കും. അതേ സ്തോത്രം. ഓരോ പ്രാവശ്യം കുളം കലക്കുമ്പോഴും പ്രതീക്ഷയോട് ആ മനുഷ്യൻ കയറി ചെല്ലുന്നുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കൾ, ഓരോ കൂട്ടായ്മയ്ക്ക് കടന്നു പോകുമ്പോഴും, ഓരോ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോഴും, ഓരോ പ്രാർത്ഥനയ്ക്കായി നീ മുട്ടുമടക്കുമ്പോഴും പ്രതീക്ഷയോടെ ഇരിക്കാമോ? ഇന്നിന്റെ വിടുതന്റെ ദിവസമാ. ഇന്നൊരു പുതിയ പ്രഭാതം നമുക്ക് തന്നില്ലേ? ഈ പകൽക്കാലം ഒന്ന് പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാമോ? ഞാൻ കേട്ട ദൈവീയ വാഗ്ദത്തങ്ങൾ നിറവേറുന്ന ടൈം അത്രേ. സ്തോത്രം. എന്നോടുള്ള ദൈവീയ ശബ്ദങ്ങൾ എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു പകൽക്കാലമാണെന്നും പ്രതീക്ഷിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതേ സ്തോത്രം. നെഗറ്റീവൊക്കെ നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ആ 38 വർഷം ആ കുളക്കരയെ ആ മനുഷ്യനെ കിടക്കുവാൻ പ്രേരിപ്പിച്ചത് ഓരോ ദിവസവും ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ്. ഇന്നെന്റെ വിടുതൽ നടക്കും, നാളെ എന്റെ വിടുതൽ നടക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം പ്രതീക്ഷ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എവിടെയൊക്കെ മങ്ങി തുടങ്ങിയില്ല നിന്റെ പ്രതീക്ഷ. പക്ഷെ ഈ പകൽക്കാലം നിന്റെ തലമുറയെക്കുറിച്ച് അവർ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുക. സ്തോത്രം. ലോകം പറയുന്നുണ്ടായിരിക്കും അവർ പോയി, ഇനി അവർ മടങ്ങി വരത്തില്ല. നിന്റെ തലമുറയെക്കുറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒത്തിരി പ്രതീക്ഷയോടെ നീ വളർത്തിക്കൊണ്ട് വന്നതായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ചിലപ്പോ അതേ പ്രതീക്ഷകൾക്ക് വിപരീതമായതായിരിക്കാം. പക്ഷെ നിന്റെ കണ്ണുനീര് നിന്റെ പ്രതീക്ഷയിലേക്ക് തലമുറകളെ മടക്കിക്കൊണ്ടുവരുവാനായിട്ടിടയെത്തീരും. ഈ പൽക്കാലം ഭാരപ്പെടാതെ, നിരാശപ്പെടാതെ പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക. സ്തോത്രം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഒരു കൃഷിക്കാരൻ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് പോലെ പ്രതീക്ഷയോടുകൂടി നീ ദൈവസന്നിധി കാത്തിരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ സ്വർഗത്തിലെ ദൈവത്തെ ആദരിക്കുവാനായിട്ടിടയത്തിരും, മാനിക്കുവാനായിട്ടിടയായിത്തീരും. നീ സങ്കടപ്പെടുവാൻ, നീ ഞരങ്ങുവാൻ, നീ വേദനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഈ മനുഷ്യൻ ഓരോ ദിവസവും പ്രതീക്ഷയോട് കാത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിനങ്ങൾ കഴിഞ്ഞ് 38 സംവത്സരമായി. പ്രിയ ദൈവ പൈതലേ, അതേ ആരും കുളത്തിലിറക്കാനില്ല, ആരും തന്നെ സഹായിപ്പാനില്ല. അതേ പ്രതീക്ഷിക്കാത്ത ഒത്തിരി പേർ അവിടെ വന്ന് കാണുമായിരിക്കാം. അതേ പ്രതീക്ഷയോടെ ഓരോരുത്തർ വന്നപ്പോ ഇവരെന്നെ സഹായിക്കുമെന്ന് ചിന്തിച്ച അനുഭവങ്ങൾ, പ്രതീക്ഷ വെച്ച ടൈമുകളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ കാണും. പക്ഷേ കണ്ടും കാണാതെയും സഹായിക്കേണ്ടവർ മാറിപ്പോകുമ്പോഴും ഇതാ സഹായനായിരിക്കുന്ന ഒരാൾ അവിടേക്ക് തേടി വന്നു. ഇതാ നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞത്. എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനിട്ടിടയത്തിനും. ആരും സഹായമില്ലാത്തവർക്ക്, ആരും വിടിയിപ്പാൻ ഇല്ലാത്തവർക്ക് പ്രതീക്ഷയോടെ ദൈവസനിൽ മാത്രം കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ തേടി കർത്താവ് വരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നിന്നെ കൈവിട്ട് കളയുകയില്ല, കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. 38 വർഷമായിട്ട് പ്രതീക്ഷ കൈവിടാതെ ഒരുത്തൻ കുളക്കരയിൽ കിടപ്പുണ്ട് എന്ന് കർത്താവ് അറിഞ്ഞിട്ട് കർത്താവ് ആ മനുഷ്യനെ തേടി വന്നു. എൻ്റെ യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ടോ, നിനക്കിനി സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആ മനുഷ്യൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അതേ സ്തോത്രം. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. അപ്പൊ പ്രിയ ദൈവമക്കളെ, ആ മനുഷ്യൻ ട്രൈ ചെയ്യാതിരിക്കുന്നില്ല. പ്രതീക്ഷയോട് കൂടി ആ കുളക്കരയിലേക്ക് പോകും. നമ്മൾ ഓർത്തു നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഇത് ഇന്നെന്റെ വിടുതലാണ് എന്ന് പറഞ്ഞ് പലയിടത്തും നീ ചെല്ലുമ്പോഴും കരഞ്ഞുകൊണ്ട് നീ മടങ്ങി വരേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷയോടെ ഇരുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ, അതേ സ്തോത്രം, നിന്റെ മറുപടിയായി വെളിപ്പെടാൻ പോകിയ ചില നന്മയുടെ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാനായിട്ടിടയായിത്തീരും.
പ്രതീക്ഷയോടെ നീ ചെന്ന് പല വാതിലുകൾ മുട്ടിക്കാണുമായിരിക്കാം. പക്ഷെ പല വാതിലുകൾ നിന്റെ മുമ്പിൽ അടയപ്പെട്ടുവെങ്കിൽ ഇതാ സ്തോത്രം, അത് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നവൻ, ഒരിക്കലും പറ്റാത്തൊരു ഉറവ തുറക്കുന്നവൻ. ഹല്ലേലൂയ. ഇനി ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടുവാനോ ആരുടെ മുമ്പിൽ പോയി വാതിൽ മുട്ടുവാനോ ഇടയാകാതെ വേണം നിനക്ക് വേണ്ടി വാതിൽ തുറന്ന് തരുന്നവൻ വാതിൽ തുറക്കുവാൻ വന്ന് നിൽക്കുന്നു. ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ഇതാ സ്തോത്രം, അതേ കുളം കലക്കുമ്പോൾ സൗഖ്യം പ്രാപിച്ചു പോയവർ അനേകം പേർ ഉണ്ടായിരുന്നപ്പോൾ ഒരു കുളത്തിനകത്ത് ഇറക്കിയിട്ടല്ല, കാത്തിരുന്നവന്റെ മേൽ വ്യത്യസ്ത രീതിയിലുള്ള ഒരു വിടുതല സംഭവിച്ചത്. ആർക്കു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നുവോ അതേ സ്തോത്രം, ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതെ വണ്ണം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവിൽ നിന്ന് നേരിട്ടുള്ള ഒരു വിടുതൽ. പലരും കുളം കലങ്ങി കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ചിട്ട് പോയി. പക്ഷേ ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ച് കുളത്തിലിറങ്ങേണ്ടി വന്നില്ല. അവന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ആ മനുഷ്യൻ എന്താ ചിന്തിച്ചത്? എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല, ആരെങ്കിലും ഒന്ന് ഇറക്കിയാൽ വിടുതൽ കിട്ടും എന്നുള്ളത് ആ പ്രതീക്ഷ. പക്ഷേ കർത്താവിന് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കുളത്തിലിറങ്ങേണ്ടി വന്നില്ല. അവന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ടുള്ള ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തെ ഈ പ്രഭാതത്തിലും ഇന്ന ഒരു വിഷയത്തിനകത്ത് ചെറിയൊരു വിടുതല്, അത് ആരെങ്കിലും ഒരു വാക്ക്, ആരുടെങ്കിലും ഒരു സഹായം വെളിപ്പെട്ടെങ്കിൽ എന്ന് ചിന്തിക്കുന്നില്ലേ? അതേ സ്തോത്രം, നിന്റെ ബുദ്ധികൾക്കപ്പുറമായി നിന്റെ ചിന്തകൾക്കപ്പുറമായിട്ട് ഒരു ദൈവപ്രവൃത്തി ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. യേശു കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. കുളത്തിലേക്ക് ഇറങ്ങാൻ സഹായിക്കുകയല്ല ചെയ്തത്, കുളത്തിലേക്ക് ഇറങ്ങ് എന്നല്ല പറഞ്ഞത്. സ്തോത്രം, അവിടെ സൗഖ്യം നടന്നത് എങ്ങനെയാ? കുളത്തിലിറങ്ങിയ. പക്ഷേ ആ പതിവിനെ തെറ്റിച്ചു. ആർക്കു വേണ്ടി? പ്രത്യാശയോടെ പ്രതീക്ഷയോട് കൂടി അതേ കുളക്കരെ കിടന്ന മനുഷ്യന് വേണ്ടി അവിടെയുള്ള പതിവുകളെ മാറ്റിയിട്ട് കർത്താവ് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു വിട്ടുവെങ്കിൽ അതേ പതിവ് പോലെ ചില വിടുതലുകൾ നിന്റെ മുമ്പിൽ ചിലർക്ക് നടക്കുന്നത് നീ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, അവരുടെ നിന്റെ പ്രതീക്ഷകൾക്ക് നീ കണ്ടിട്ടുള്ള ചില പതിവുകൾ കാണുമായിരിക്കാം. സ്തോത്ര, ഇങ്ങനെ സൗഖ്യം കിട്ടും, കുളം കലങ്ങും, വെള്ളത്തിലിറങ്ങും, സൗഖ്യം പ്രാപിക്കും. നോ, അതിനേക്കാൾ വിപരീതമായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. നീ ഇതുവരെ കാണാത്ത, ഹല്ലേലൂയ, നീ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇന്ന രീതിയിൽ എന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കും, ഇന്ന രീതിയിൽ എന്റെ തലമുറയുടെ മേൽ വിടുതൽ നടക്കും, ഇന്ന രീതിയിൽ എന്റെ കുടുംബ ജീവിതത്തിന് വിടുതൽ നടക്കും. അതേ പ്രിയ ദൈവ പൈതലേ, ദൈവസ്വനെ കാത്തിരുന്ന നിന്റെ ജീവിതത്തിൽ ആരുടെ ജീവിതത്തിൽ നടക്കാത്ത ഒരു വിടുതലുകൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. കുളത്തിലിറങ്ങേണ്ടി വന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. 38 വർഷം കിടന്നവന്റെ അവസ്ഥകൾക്ക് ദൈവം ടോട്ടൽ ഒരു ചേഞ്ച് വരുത്തിയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നാളുകളായി വർഷങ്ങളായി ഹല്ലേലൂയ പലരും നിന്റെ പ്രതീക്ഷകൾക്കൊക്കെയും അതേ സ്തോത്രം മണ്ണ് വാരിയിടുന്നത് പോലെ അതിനെ താഴ്ത്തിക്കളയാൻ നോക്കിയിട്ടും എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്, ഒരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസ്വനെ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്നെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ സങ്കടപ്പെടാൻ ദൈവം അനുവദിക്കില്ല, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, കർത്താവിന്റെ അടുക്കൽ വന്ന യായിറോസ് അതേ സ്തോത്ര 12 സംവത്സരമായിരുന്ന സ്ത്രീയെ, പക്ഷെ അവരെ ലജ്ജിപ്പാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. മാനുഷികമായ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഇടത്ത് കർത്താവിലുള്ള ഒരു പ്രതീക്ഷ, കർത്താവിന്റെ അടുക്കൽ ആ വിഷയത്തെ ഒന്ന് വയ്ക്കാം, കർത്താവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടാം. ഹല്ലേലൂയ. ഈ പൽക്കാലം ഒരു പ്രതീക്ഷ വയ്ക്കാമോ? ഒത്തിരി അടുത്ത് പ്രതീക്ഷകൾ വച്ച് അതൊക്കെ നഷ്ടപ്പെട്ടു, കൈവിട്ടു പോയി. പക്ഷേ ഈ പ്രഭാതത്തിൽ അതിനെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കാതെ പല മനുഷ്യരുടെ മുമ്പാകെ പ്രതീക്ഷയോടെ നീ പോയി നിന്ന് കെഞ്ചിയില്ലേ? പക്ഷെ അവിടെയൊക്കെയും നിനക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ ഈ പകൽക്കാലം നീ കേൾക്കുന്ന കർത്താവ് അതേ സ്തോത്രം, നിന്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്താത്ത ദൈവ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവ, കർത്താവിന്റെ സനിലേക്ക് കടന്നു വരുന്ന നിന്നെ ലജ്ജിപ്പിക്കാത്ത ദൈവ, ആ കർത്താവിലൊന്ന് പ്രതീക്ഷിക്കാമോ? ആ കർത്താവിലൊന്ന് പ്രതീക്ഷിക്കാമോ?
ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. പ്രിയ ദൈവ പൈതലേ, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നിന്റെ കർത്താവ് ഹല്ലേൽ നിന്നെ വിടുവിക്കും. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, സ്തോത്രം. നിന്നെ രക്ഷിക്കുന്ന കർത്താവ്, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്, ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി നിന്റെ മുമ്പിലുള്ള അതേ സ്തോത്ര യാത്രകൾക്ക് വേണ്ടി നീ പ്രതീക്ഷയോടെ പലയിടത്തും പല ഡോറുകളും നീ മുട്ടിയില്ലേ. സ്തോത്ര. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കർത്താവിലൊന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ സ്വനിലേക്ക് നിനക്കൊന്ന് കടന്നു വരുവാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ അടയപ്പെട്ടതിനെ ദൈവം തുറന്നു തരുവാനായിട്ടിടയത്തിര. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ കർത്താവ് മടക്കി തരുവാനായിട്ടിടയത്തിര. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സംവത്സരത്തെ എന്റെ കർത്താവ് മടക്കി തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. പ്രതീക്ഷ ഉണ്ടാകട്ടെ, പ്രതീക്ഷകൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന സമയം അതിവേഗത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. ഓരോ ദിവസവും നീ നിരാശപ്പെട്ടു പോകേല. ഇന്നെന്റെ വിടുതന്റെ ദിവസമാണ്. ഇന്നെന്റെ പ്രാർത്ഥനയുടെ മറുപടി കാണുന്ന ദിവസമാണ്. ഇന്നെന്റെ തലമുറയുടെ വിടുതൽ കാണുന്ന ദിവസമാണ്. പ്രിയതേ മക്കളെ, നീ പ്രതീക്ഷിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പൽക്കാലം ദൈവപ്രവൃത്തിക്കായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? നിന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിന്റെ സങ്കടത്തെ കാണുന്ന ഒരു സർവശക്തനായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പ്രതീക്ഷ കൈവിട്ട് കളയരുത്. നിന്റെ പ്രതീക്ഷയ്ക്ക് സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം മറുപടി തരുന്നൊരു ദൈവമുണ്ട്. അതേ വചനത്തിൽ പറയും, നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത്. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. വിശ്വാസത്തോടു കൂടി, ഉറപ്പോടു കൂടി, ധൈര്യത്തോടു കൂടി ഈ പകൽക്കാല കർത്താവിന്റെ സനിലായിരിക്കുന്നുവെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ മറുപടികൾ നിന്റെ ചുറ്റുപാടുമുള്ളവർ കാണെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് ആദരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതേ സ്തോത്ര വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ദൈവം നിന്നെ ഒരു നാളും സങ്കടപ്പെടുത്തുകയല്ല, നിന്നെ ലജ്ജിപ്പിക്കുകയല്ല, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ഇടയാക്കത്തില്ല. സ്തോത്രം. നാ ലജ്ജിപ്പാൻ, നാ തല താഴ്ത്താൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ദൈവസന്നി പ്രത്യാശയോടെ നാം ആയിരിക്കുക. പ്രതീക്ഷ കൈവിടരുത്. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. എവിടെയാണോ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് അവിടെ നിന്ന് ചില ഉയർപ്പുകൾ, അവിടെ നിന്ന് ചില മുളകൾ പൊട്ടി വരുന്നത്. ഹല്ലേലൂയ. അവിടെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏലിയാവ് പ്രാർത്ഥിക്കുവാൻ ഇരുന്നിട്ട് അതേ സ്തോത്രം ബാലനോട് പറയാനായിട്ട് ഇടയായി തീർന്നു. ചെന്ന് നോക്കുക. അവൻ ഒരു പ്രാവശ്യമായി, 2 പ്രാവശ്യമായി. പക്ഷേ പ്രാർത്ഥിക്കുവാനിരുന്നവന്റെ മുഴങ്കൽ ഇരുന്നു കൊണ്ട് അവന്റെ പ്രതീക്ഷ കൈവിടാതെ വിശ്വാസത്തോട് പറയും, വീണ്ടും പോക, വീണ്ടും പോക. പ്രിയദേവ വൈതലേ, സ്തോത്രം. 1 പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 7-ാം പ്രാവശ്യം ചെന്നപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കൈപ്പത്തി പോലെ ചെറുതൊന്ന്. അത് വലിയൊരു മഴയുടെ തുടക്കം. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രതീക്ഷകൾ ഇല്ല എന്ന് പറഞ്ഞ ഇടത്ത് നീ ദൈവസനിലോ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ കൈപ്പത്തി പോലെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ മുളപ്പൊട്ടി വരുന്നത് കാണുവാനായിട്ടിടയായിത്തീരും. വലിയ വിടുതന്റെ മുഴക്കത്തോടു കൂടിയുള്ള ചില ചെറിയ അടയാളങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് ഉറപ്പോടെ നിൽക്കേണ്ടതിനു വേണ്ടി ചെറിയ ചില പ്രതീക്ഷയുടെ നാമ്പുകൾ നിന്റെ ജീവിതത്തിൽ പൊട്ടി പുറത്തു വരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം. പ്രതീക്ഷ കൈവിടരുത്. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. പലപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് കർത്താവേ സ്തോത്രം മങ്ങലുകൾ സംഭവിക്കാം. ഇനി നടക്കത്തില്ല. പക്ഷേ ദൈവസ്വനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതനെ ലജ്ജിപ്പിക്കാത്ത ദൈവം. ദൈവസ്വനിയിൽ കാത്തിരിക്കുന്ന അനേകം പേരുണ്ട് പല വിഷയത്തിന്റെ മറുപടിക്കായി. കർത്താവെ, അവർക്ക് വേണ്ടി ഈ പകൽക്കാലം ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവെ, ഇവര് മറ്റുള്ളവർ മുമ്പിൽ ലജ്ജിപ്പാൻ ഇടയാക്കരുത്. ഇവര് തല താഴ്ത്തുവാൻ ഇടയാക്കരുത്. പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മറുപടികൾ ഈ പകൽക്കാലം വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരത്തിലും രോഗത്തിലും വേദന
വേദനയിലുമായിരിക്കുന്ന തന്റെ ജനത്തിന് ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ കർത്താവേ. മാനുഷികമായ പ്രതീക്ഷകൾ അസ്തമിച്ച ഇടത്ത് പ്രതീക്ഷയോട് കർത്താവിന്റെ അടുക്കൽ വന്നവരെ അങ്ങ് നിരാശരായി വിടാത്തവണ അവരെ വിടുവിച്ചതായ ദൈവം 38 സംവത്സരം കുളക്കരെ കടന്ന മനുഷ്യനെ തേടി എന്റെ കർത്താവ് ചെന്നു പതിവുകൾക്ക് വിപരീതമായ ഒരു സൗഖ്യത്തെ പകർന്നു കൊടുത്തതായ കർത്താവിന്റെ കര യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രതീക്ഷയോട് ദൈവസ്വനി കാത്തിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ഈ പകൽക്കാലം അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്യണം. അങ്ങ് തന്റെ ജനത്തെ ലജ്ജിപ്പിക്കരുത് കർത്താവേ. അപ്പൊ അവർ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി ബലപ്പെട്ട് ധൈര്യപ്പെട്ടിരിപ്പാൻ ദൈവം സഹായിക്കുക. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.